ഹലോ, കൊളംബിയ ലാബ് പ്രൈവറ്റ് ലിമിറ്റഡ് EV ചാർജിംഗ് സ്റ്റേഷൻ ആൻഡ് സോളാർ പാനൽസിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എല്ലാ എപ്പിസോഡിലും സാധാരണയായിട്ട് ഒന്നുകിൽ EV ചാർജിംഗ് സ്റ്റേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഏതെങ്കിലും പ്രോജക്റ്റ്, അല്ലെങ്കിൽ സോളാർ പാനൽ, അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വണ്ടികൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കാറുള്ളത്. പക്ഷേ ഇന്നത്തെ ഒരു എപ്പിസോഡിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇന്ന് നമ്മൾ ഒരു കസ്റ്റമർ റിവ്യൂ ആണ് എടുക്കുന്നത്. അതായത് നമ്മുടെ പ്രോജക്റ്റ് നമ്മളൊരാൾക്ക് ചെയ്തു കൊടുത്തിട്ട് അയാളുടെ റിവ്യൂ, വളരെ സിൻസിയർ ആയിട്ടുള്ള റിവ്യൂ എങ്ങനെയാണ് എന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ്, അദ്ദേഹത്തിൻ്റെ വീട് തിരുവനന്തപുരത്താണ്, പേര് ഹരിവിഷ്ണു എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കറണ്ട് ബില്ല് വളരെയധികം കൂടി വന്നപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ചില ആർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും, പണക്കാർക്ക് മാത്രമാണ് ഇത് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു എബോവ് ആയിട്ടുള്ള ഇൻകം ഉള്ളവർക്ക് മാത്രമാണ് ഇത് പറ്റിയിട്ടുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റാൻ കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസിലൂടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് അറിയണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹരിവിഷ്ണുവിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ 5 കിലോവാട്ട് സോളാർ പാനൽ നമ്മൾ വെച്ചതിന് മുമ്പും വെച്ചതിന് ശേഷമുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. ഹായ്, എൻ്റെ പേര് ഹരിവിഷ്ണു. എൻ്റെ സ്ഥലം തിരുവനന്തപുരമാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഇന്ത്യൻ ബാങ്കിലാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇത് AC, ഫ്രിഡ്ജ്, മോട്ടർ, അങ്ങനെ ഒരുപാട് ഇതുണ്ടായിരുന്നു. ഒരു മാസം 7,000 രൂപയോളം നമുക്ക് കറണ്ട് ബില്ല് വരുമായിരുന്നു. അതിനുശേഷമാണ് കൊളംബിയ ലാബിനെ പറ്റി അറിഞ്ഞത്. കൊളംബിയ ലാബിനെ സമീപിച്ചു. അതിനുശേഷം സോളാറ് വെച്ചു. 5 കിലോ വാട്ടിൻ്റെ സോളാറാണ് വെച്ചത്. അതിനുശേഷം എനിക്ക് കറണ്ട് ബില്ല് 7,000, എനിക്ക് കറണ്ട് ബില്ല് ഇപ്പോൾ വരാറേ ഇല്ല, ശരിക്കും 0 തന്നെ എന്ന് പറയാം. അതിനുശേഷം ആ എമൗണ്ട് കൂടി എനിക്ക് ബാക്കി സേവിങ്സിലേക്കൊക്കെ മാറ്റാൻ സാധിക്കുന്നുണ്ട്. നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഹരിവിഷ്ണു ഇത്ര നേരം സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ 5 കിലോ വാട്ട് സോളാർ വെച്ചിട്ടുണ്ട്, കറണ്ട് ബില്ലിൻ്റെ കാര്യങ്ങൾ ആഫ്റ്റർ ആൻഡ് ബിഫോർ എന്നുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ അടുത്തതായിട്ട് നമുക്ക് വരുന്നൊരു ക്വസ്റ്റൻ എന്താണ്, അല്ലെങ്കിൽ നമ്മളൊരു പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ നമ്മളതിൻ്റെ ക്വാളിറ്റി നോക്കും, അതിനുശേഷം നമ്മളൊരു വാറണ്ടിയുള്ള പ്രോഡക്റ്റ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ സർവീസും കൂടി നോക്കും അല്ലേ. ഇപ്പോൾ നമ്മളൊരു വണ്ടി മേടിക്കുമ്പോൾ അല്ലെങ്കിൽ സോളാർ പാനൽ വെക്കുമ്പോൾ അതിൻ്റെ സർവീസ് എങ്ങനെയാണെന്നുള്ളത് മസ്റ്റായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർക്ക് ഉറപ്പ് കൊടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അതിനെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. സോളാർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നമുക്ക് ഒരുപാട് കോസ്റ്റ് ഉണ്ടെന്നൊരു തെറ്റിദ്ധാരണ പൊതുവെ ഉണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി തന്നെയാണ് ഞങ്ങളുടേത്. ഞങ്ങൾ ഇവരോട് ചോദിച്ച് മാക്സിമം ഡിസ്കൗണ്ടഡ് റേറ്റിലാണ് വെച്ച് തന്നത്. മാക്സിമം നല്ല സർവീസ് ഹാവൽസിൻ്റെ തന്നെ വെച്ച് തന്നു. എനിക്ക് സർവീസിൻ്റെ കാര്യത്തിലും വളരെ നല്ല അനുഭവമാണുള്ളത്. അല്ല, കറണ്ട് ചാർജ് അധികമായിരുന്നുകൊണ്ടാണ് നമ്മൾ സോളാർ വെക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് വന്നത്. അത് ഫാമിലി കൂടിയാലോചിച്ച് തീരുമാനിച്ചതാണ്. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് കൊളംബിയ ലാബാണ്. ഫസ്റ്റ് നമുക്ക് റെഫർ ചെയ്ത് വന്നതാണ് കൊളംബിയ ലാബ്. അതുമായിട്ട് തന്നെ മുന്നോട്ട് പോയി. വളരെ നല്ല സർവീസാണ്. വളരെ കുറഞ്ഞ കോസ്റ്റിൽ തന്നെ അവർ വെച്ച് തരികയും അതിനുശേഷം ഇതുവരെയും എനിക്ക് കംപ്ലയിൻറ്റ് വന്നിട്ടില്ല. നമ്മൾ ഇപ്പം 3 കൊല്ലം കഴിയുന്നു അത് വെച്ചിട്ട്, ഇതുവരെ കംപ്ലയിൻ്റ് ഇല്ല. നല്ല സർവീസാണ്. ഇതൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും കൂടെയാണ്. നമ്മൾ സസ്റ്റൈനബിൾ എനർജിയെ സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യം കൂടിയാണ്. സോ ഇത് കൊളംബിയ ലാബിനെ നിങ്ങൾ സമീപിച്ചാലും ഇപ്പോൾ ലോണിന് വേണ്ടി അവർ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ PM സൂര്യഘർ എന്നും പറഞ്ഞൊരു പദ്ധതിയുണ്ട്, അതിൽ ലോൺ കിട്ടുന്നതിനായിട്ട് അവർ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ, ഇപ്പോൾ ഹാവൽസിൻ്റെ ആണ് നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്നത്, ഹാവൽസിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ ഞങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്താൽ 48 hours തന്നെ അത് റെക്ടിഫൈ ചെയ്ത് കിട്ടാറുണ്ട്. അതിന് കൊളംബിയ ലാബും ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമുക്ക് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും അവരെ ഡയറക്റ്റ് വിളിക്കാം. അവർ ത്രൂ ഹാവൽസ് വളരെ പെട്ടെന്ന് സർവീസ് തരുന്നതാണ്. കൊളംബിയ ലാബിൻ്റെ സർവീസിൽ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. നമ്മുടെ കസ്റ്റമർ ഹരിവിഷ്ണു പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് വേണ്ടി മേടിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ തലമുറയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്കോ വേണ്ടിയിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പല പ്രോജക്റ്റിലേക്കും നമ്മൾ തുനിയുന്നത്. അപ്പോൾ സോളാർ പാനൽ ഇൻസ്റ്റലേഷൻ, അല്ലെങ്കിൽ ഒരു ഗ്രീൻ എനർജി, സസ്റ്റൈനബിൾ എനർജിയിലേക്ക് വരിക എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല. അദ്ദേഹം പറഞ്ഞ പോലെ ഇതൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും കൂടിയാണ്. അപ്പോൾ ആ കമ്മിറ്റ്മെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവരും നിർബന്ധമായിട്ടും ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് ചെയ്തേ പറ്റൂ എന്നല്ല പറയുന്നത്. പക്ഷേ സസ്റ്റൈനബിൾ എനർജിയെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഭാവിയിലേക്ക് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല, നിങ്ങൾക്ക്
സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുകൂടി നമുക്ക് ധൈര്യമായിട്ട് പറയാവുന്ന ഒരു കാര്യം കൂടിയാണത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു റിവ്യൂ, അദ്ദേഹം പോസിറ്റീവായിട്ടാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചത്. പക്ഷേ നമ്മളെല്ലാ എപ്പിസോഡിലും പറയുന്നത് പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സോളാർ പാനൽസിനെ കുറിച്ചോ EVയെ കുറിച്ചോ അല്ലെങ്കിൽ EV ചാർജിങ് സ്റ്റേഷൻസിനെ കുറിച്ചോ ഡൗട്ടുകളുണ്ടെങ്കിൽ, അതിൻ്റെ സബ്സിഡിയെക്കുറിച്ചുള്ള ഡൗട്ടുകളുണ്ടെങ്കിൽ, പേപ്പർ വർക്ക്സിൻ്റെ കാര്യങ്ങളുണ്ടെങ്കിൽ എല്ലാം നമ്മൾ നിങ്ങളുടെ ഒപ്പം തുണയായിട്ടുണ്ടാവും. നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്. ആ കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല. അപ്പോൾ കൊളംബിയ ലാബ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ സേവനങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സഹായങ്ങൾക്കായിട്ട് നമ്മളോട് അപ്രോച്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ കൃത്യമായിട്ടുള്ള നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മളൊരു കസ്റ്റമർ റിവ്യൂവിൽ നിർത്തിയത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ എപ്പിസോഡിലും നമ്മൾ ചെയ്ത പ്രോജക്ട്സിനെ മാത്രം കാണിക്കേണ്ട, നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ കൂടി നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും ഒരു പ്രോജക്റ്റുമായിട്ട് അല്ലെങ്കിൽ ഒരു കസ്റ്റമർ റിവ്യൂ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്.